GK എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേരള PSC 26/8/2017 കോട്ടയം വയനാട് ജില്ലകളിൽ നടത്തിയ LD ക്ലർക്ക് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ 50 ചോദ്യങ്ങളാണ്. ഇതിൽ GKയും സയൻസും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്ക് കോട്ടയത്ത് വരുന്നത് 65.33 വയനാട് 62.67 എന്നാൽ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. ഷൈനി ജേക്കബ് ബെഞ്ചമിൻ സംവിധാനം ചെയ്ത ഒറ്റയാൾ എന്ന ഡോക്യുമെന്ററി ആരെക്കുറിച്ചുള്ളതാണ്? ഉത്തരം ദയാബായി. നമുക്കറിയാം ദയാബായി ഒരു മലയാളി സാമൂഹിക പ്രവർത്തകയാണ്. യഥാർത്ഥ നാമം മേഴ്സി മാത്യു എന്നാണ്. സോർഡ് ഓഫ് ലിബർട്ടി എന്ന സിനിമ സംവിധാനം ചെയ്ത ആളാണ് ഷൈനി ജേക്കബ്. ഇതൊരു ജീവചരിത്ര സിനിമയാണ്. വേലുത്തമ്പി ദളവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു സിനിമയാണ് സോർഡ് ഓഫ് ലിബർട്ടി. രണ്ടാമത്തെ ചോദ്യം, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് ആരാണ്? ഉത്തരം മന്നത്ത് പത്മനാഭൻ. NSSന്റെ ആദ്യ സെക്രട്ടറിയാണ് മന്നത്ത് പത്മനാഭൻ. ഭാരത കേസരി എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ. മൂന്നാമത്തെ ചോദ്യം, ജീവന്റെ പുസ്തകം രചിച്ചിരിക്കുന്നത് ഗണിതത്തിന്റെ ഭാഷയിലാണ് എന്നു പറഞ്ഞ ശാസ്ത്രകാരൻ? ഉത്തരം ഗലീലിയോ ഗലീലിയാണ്. ജീവന്റെ പുസ്തകം രചിച്ചിരിക്കുന്നത് ഗണിതത്തിന്റെ ഭാഷയിലാണ് എന്ന് പറഞ്ഞ ശാസ്ത്രകാരൻ ഗലീലിയോ ഗലീലി. ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായി പ്രപഞ്ച നിരീക്ഷണം നടത്തിയത് ഗലീലിയോ ഗലീലിയാണ്. ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായി നിർണയിച്ചത് ഇറാസ്തോസ്തനീസ് ആണ്. സൗരയുദ്ധ സിദ്ധാന്തം ആവിഷ്കരിച്ചത് കോപ്പർനിക്കസ് ആണ്. ഏത് കടലിനടുത്താണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ബംഗാൾ ഉൾക്കടൽ. കൊണാർക്കിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആണ് ചോദിച്ചിരുന്നെങ്കിൽ ഉത്തരം ഒഡീഷയാണ്, ഒഡീഷ. 5. ഇക്കോ വന്യജീവി ടൂറിസത്തിന് പ്രസിദ്ധമായ ബിട്ടാർ കണിക എവിടെ സ്ഥിതി ചെയ്യുന്നു? ബിട്ടാർ കണിക എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ഒഡീഷ. ഒഡീഷയിലെ 2 വന്യജീവി സങ്കേതങ്ങളാണ് നന്ദൻ കാനൻ അതുപോലെ ഗാഹിർ മാത. ഇതിൽ വെള്ളക്കടുവകൾ കാണപ്പെടുന്ന ടൈഗർ റിസർവ് ആണ് നന്ദൻ കാനൻ. അടുത്ത ചോദ്യം, ഡെസ്റ്റിനേഷൻ ഫ്ലൈവേസിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഒരേ ഒരു തടാകം? ഡെസ്റ്റിനേഷൻ ഫ്ലൈവേസിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഒരേ ഒരു തടാകമാണ് ചിൽക്ക തടാകം. നമുക്ക് ചിൽക്ക തടാകത്തിന്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമാണ് ചിൽക്ക തടാകം. ചിൽക്ക തടാകം ഒഡീഷ സംസ്ഥാനത്താണ്. അതുപോലെ ഹണിമൂൺ ദ്വീപുകൾ, ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപുകൾ, ബേർഡ് ഐലൻഡ് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്ന തടാകമാണ് ചിൽക്ക തടാകം. അടുത്ത ചോദ്യം, 1000 ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്ന വൃക്ഷം തെങ്ങാണ്. 1000 ആവശ്യങ്ങൾക്കുള്ള മരം എന്ന് അറിയപ്പെടുന്ന വൃക്ഷം തെങ്ങ്. കേരള കായിക ദിനം എന്നാണ്? കേരള കായിക ദിനം ഒക്ടോബർ 13-നാണ്. കേരള കായിക ദിനം ഒക്ടോബർ 13. കായിക കേരളത്തിന്റെ പിതാവായ GV രാജയുടെ ജന്മദിനമാണ് ഒക്ടോബർ 13. എന്നാൽ ദേശീയ കായിക ദിനം ആഗസ്റ്റ് 29-നാണ്. ആഗസ്റ്റ് 29-നാണ് ദേശീയ കായിക ദിനം. 9ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക്? ഉത്തരം അഗസ്ത്യാർകുടമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകുടം. അടുത്ത ചോദ്യം, കേരളത്തിൽ കടലുമായി നേരിട്ട് ബന്ധമുള്ള കായലുകളുടെ എണ്ണം? കടലുമായി നേരിട്ട് ബന്ധമുള്ള കായലുകളുടെ എണ്ണം? ഉത്തരം 27 ആണ്. 27. അടുത്ത ചോദ്യം,
1877 ഇംഗ്ലീഷുകാരനായ ജോൺ മൺറോയും പൂഞ്ഞാർ രാജാവായ കേരളവർമ്മയും തമ്മിലുണ്ടാക്കിയ കരാറിന്റെ ഫലമായി സ്ഥാപിതമായ കമ്പനി ഏതാണ്? ഉത്തരം കണ്ണൻ ദേവൻ. നമുക്കറിയാം കണ്ണൻ ദേവൻ കേരളത്തിലെ ഒരു പ്രധാന തേയില നിർമ്മാണ കമ്പനിയാണ്. കേരളത്തിൽ ആദ്യമായി സ്വകാര്യ ആവശ്യത്തിന് ആദ്യമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച കമ്പനിയാണ് കണ്ണൻ ദേവൻ കമ്പനി. അടുത്ത ചോദ്യം. മാനവശേഷി വകുപ്പും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും പ്രസാർ ഭാരതിയും ചേർന്ന് ആരംഭിച്ച വിദൂര പഠന ചാനലാണ് ഗ്യാൻ ദർശൻ. ഇഗ്നോ, അതായത് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രധാന വിദ്യാഭ്യാസ ചാനലാണ് ഗ്യാൻ ദർശൻ. ഇഗ്നോ ആരംഭിച്ച റേഡിയോ ചാനലാണ് ഗ്യാൻ വാണി. അതുപോലെ മലയാളത്തിലെ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ചാനലാണ് വിക്ടേഴ്സ്. 13ാമത്തെ ചോദ്യം. ഈയിടെ ഏത് രാജ്യമാണ് ലിംഗസമത്വം നിലപാടുകളുടെ ഭാഗമായി ദേശീയ ഗാനത്തിലെ ആൺമക്കൾ എന്ന വാക്ക് മാറ്റി നമ്മൾ എന്നാക്കിയത്? ഉത്തരം കാനഡ. 14ാമത്തെ ചോദ്യം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നതിന്റെ ചുരുക്കപ്പേര്? ഉത്തരം നീതി ആയോഗ് ആണ്. PSC എത്രയോ പ്രാവശ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നീതി ആയോഗ്. ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷനു പകരം നിലവിൽ വന്നത് നീതി ആയോഗ് ആണ്. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1-നാണ്. ചോദ്യം 15. ദൂരദർശൻ ആരംഭിച്ചത് എന്ന്? ഉത്തരം 1976 ഏപ്രിൽ 1-ന്. ഓൾ ഇന്ത്യ റേഡിയോയുടെ കീഴിൽ ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ചത് 1959 സെപ്റ്റംബർ 15-നാണ്. എന്നാൽ ദൂരദർശൻ സ്വന്തമായി സംപ്രേഷണം ആരംഭിച്ചത് 1976 ഏപ്രിൽ 1-നാണ്. അതുകൊണ്ട് PSC ശരി ഉത്തരം നൽകിയിരിക്കുന്നത് 1976 ഏപ്രിൽ 1-ആണ്. 16. വാട്സാപ്പ് എന്ന മൊബൈൽ ചാറ്റിംഗ് ആപ്ലിക്കേഷൻ ഇപ്പോൾ ഏത് കമ്പനിയുടെ കീഴിലാണ്? ഉത്തരം ഫേസ്ബുക്ക്. വാട്സാപ്പ് ആരംഭിച്ച വർഷം 2009 ആണ്. വാട്സാപ്പിനെ ഫേസ്ബുക്ക് കമ്പനി ഏറ്റെടുത്ത വർഷം 2014 ആണ്. ഗോവയിലെ ബോം ജീസസ് ബസിലിക്കയുടെ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ദേവാലയം ഏത്? ഉത്തരം സേ കത്തീഡ്രൽ. 18. താജ്മഹലിനെ കാലത്തിന്റെ കവിൾത്തടത്തിലെ കണ്ണുനീർ തുള്ളി എന്ന് വിശേഷിപ്പിച്ചതാര്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. 19. യുനെസ്കോ പൈതൃക സ്മാരകങ്ങൾ സന്ദർശിക്കാനുള്ള കുറഞ്ഞ നിരക്ക് എത്ര? ഉത്തരം 5 രൂപ. 20ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഗൂം. ഏത് സംസ്ഥാനത്താണ് ഈ സ്റ്റേഷൻ? ഉത്തരം പശ്ചിമ ബംഗാൾ. അടുത്ത ചോദ്യം. കായിക കേരളത്തിന്റെ പിതാവ്? കേണൽ GV രാജ. GV രാജയുടെ പിറന്നാളാണ് കേരള കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. ഒക്ടോബർ 13-നാണ് കേരള കായിക ദിനം. അടുത്ത ചോദ്യം. ഏത് നഗരത്തിനടുത്താണ് സാഞ്ചി സ്തൂപം ഉള്ളത്? ഉത്തരം ഭോപ്പാൽ. സാഞ്ചി സ്തൂപം പണി കഴിപ്പിച്ചത് അശോക ചക്രവർത്തിയാണ്. ബുദ്ധൻ സന്ദർശിക്കാത്ത പ്രധാന ബുദ്ധ മതക്ഷേത്രമാണ് സാഞ്ചി. പുതിയ 200 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം സാഞ്ചി സ്തൂപത്തിൻ്റെതാണ്. സാഞ്ചി സ്തൂപം ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ വർഷം 1989 ആണ്. 23. ഒരു സംസ്ഥാനത്തിന്റെ വിനോദസഞ്ചാര പരസ്യത്തിന് ഉപയോഗിച്ച ട്രെയിനാണ് തിരുവനന്തപുരം ഡൽഹി ഹസ്രത്ത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസ്. സംസ്ഥാനമേത്? ഉത്തരം കേരളം. കേരളമാണ്.
ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ് പാക്കേജ് ഏത് വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം കുമരകം. കോട്ടയം ജില്ലയിലെ കായലോര വിനോദസഞ്ചാര കേന്ദ്രമാണ് കുമരകം. അടുത്ത ചോദ്യം, ഹംപി ഗ്രൂപ്പ് ഓഫ് മോണ്യുമെന്റ്സ് പണി കഴിപ്പിച്ചത് ഏത് സാമ്രാജ്യമാണ്? ഉത്തരം വിജയനഗര സാമ്രാജ്യം. 26. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഔദ്യോഗിക അംഗീകാരം ലഭിച്ച നവംബർ 26 ഏത് ദിനമായി ആചരിക്കുന്നു? ഉത്തരം ഭരണഘടനാ ദിനം. നമുക്കറിയാം, ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1949 നവംബർ 26 അതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതിയാണ് 1949 നവംബർ 26. ദേശീയ നിയമദിനമായും ആചരിക്കുന്നത് നവംബർ 26. അടുത്ത ചോദ്യം, ഖജുരാഹോ ക്ഷേത്രങ്ങൾ യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ വർഷം 1986. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല? ഉത്തരം പാലക്കാട്. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള ജില്ലയും പാലക്കാടാണ്. 29. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ സെക്രട്ടറി പദവി അലങ്കരിച്ച ഏക മലയാളി? ഉത്തരം SK നായർ. 30. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി കുടുംബശ്രീ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം? കേരളം. നമുക്ക് കുടുംബശ്രീ പദ്ധതിയെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം. കുടുംബശ്രീ പദ്ധതി ആരംഭിച്ചത് 1998 മെയ് 17 കുടുംബശ്രീ പദ്ധതി പ്രവർത്തനം ആരംഭിച്ചത് 1999 ഏപ്രിൽ 1 9ാം പഞ്ചവത്സര പദ്ധതിയിലാണ് കുടുംബശ്രീ ആരംഭിച്ചത്. കുടുംബശ്രീ പദ്ധതി ആരംഭിച്ച സമയത്തെ പ്രധാനമന്ത്രി AB വാജ്പേയി ആണ്. കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ജില്ല മലപ്പുറത്താണ്. ചോദ്യം 31. സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏത്? ഉത്തരം വനേഡിയം പെന്റോക്സൈഡ്. സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണ പ്രക്രിയയാണ് സമ്പർക്ക പ്രക്രിയ. 32. ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം മില്ലിക്കൻ. മില്ലിക്കൻ ഉപയോഗിച്ചിരുന്ന പരീക്ഷണത്തിന്റെ പേരാണ് ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം, ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ്. അടുത്ത ചോദ്യം, പ്രോട്ടോണിന്റെ മാസ് എത്ര? പ്രോട്ടോണിന്റെ മാസ് എത്ര? ഉത്തരം 1.67 × 10⁻⁻27 കിലോഗ്രാം. ഇലക്ട്രോണിന്റെ മാസ് ആണെങ്കിൽ 9.109 × 10⁻31 കിലോഗ്രാം ആണ്. ന്യൂട്രോണിൻ്റെതാണെങ്കിൽ 1.6749 × 10⁻27 കിലോഗ്രാം ആണ്. അടുത്ത ചോദ്യം, മോൺസ് പ്രക്രിയ ഏത് ലോഹത്തെ വേർതിരിക്കാനാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം നിക്കൽ. നമുക്ക് കുറച്ച് നിർമ്മാണ പ്രക്രിയയുടെ പേരുകൾ നോക്കാം. ഡൗ പ്രക്രിയ ബ്രോമിൻ ലോഹത്തെ വേർതിരിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഹണ്ടർ പ്രക്രിയ ടൈറ്റാനിയം. ഡീക്കൻസ് പ്രക്രിയ ക്ലോറിൻ. ഹൂപ്സ് പ്രക്രിയ അലൂമിനിയം. അടുത്ത ചോദ്യം, ആവർത്തന പട്ടികയിലെ 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഏത് കുടുംബത്തിലാണ് ഉൾപ്പെടുന്നത്? ഉത്തരം ഹാലോജൻ കുടുംബം. 17ാം ഗ്രൂപ്പ് മൂലകങ്ങളെ പറയുന്ന പേരാണ് ഹാലോജൻ കുടുംബം. 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഇവയാണ്: ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ, പിന്നെ ടെന്നിസിൻ. ആദ്യമായി കണ്ടെത്തിയ ഹാലോജനാണ് ക്ലോറിൻ. അടുത്ത ചോദ്യം, മനുഷ്യനിർമ്മിത പെട്രോൾ ആയി ഉപയോഗിക്കുന്നത് ഏത്? ഉത്തരം ഹൈഡ്രജൻ.
പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകമാണ് ഹൈഡ്രജൻ. കലോറി മൂല്യം കൂടിയ ഇന്ധനമാണ് ഹൈഡ്രജൻ. റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ലിക്വിഡ് ഹൈഡ്രജൻ. 37ാമത്തെ ചോദ്യം, ഒരു ഘൂർണന ചലനത്തിന് ഉദാഹരണം ഏത്? ഉത്തരം മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിന്റെ കറക്കം. ഇതില് ക്ലോക്കിന്റെ പെൻഡുലത്തിന്റെ ചലനം എന്ന് പറയുന്നത് ദോലന ചലനത്തിന് ഉദാഹരണമാണ്. അടുത്ത ചോദ്യം, തീ പിടിച്ചാൽ ഒരു വസ്തുവിനുണ്ടാവുന്ന മാറ്റം എന്താണെന്ന് അറിയാനായി സ്വന്തം വീടിന്റെ ധാന്യപ്പുരയ്ക്ക് തീയിട്ട ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം തോമസ് ആൽവ എഡിസൺ. മെൻലോ പാർക്കിലെ മാന്ത്രികൻ എന്നാണ് തോമസ് ആൽവ എഡിസൺ അറിയപ്പെടുന്നത്. ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചതും തോമസ് ആൽവ എഡിസൺ ആണ്. ചോദ്യം 39, വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം എന്ത്? ഉത്തരം ആന്തരിക പ്രതിഫലനം. ഒപ്റ്റിക്കൽ ഫൈബറിൽ ഉപയോഗിക്കുന്നതും ആന്തരിക പ്രതിഫലനമാണ്. പൂർണ്ണാന്തരിക പ്രതിഫലനമാണ് ഒപ്റ്റിക്കൽ ഫൈബർ. അതുപോലെ പ്രിസങ്ങളിൽ പ്രകാശത്തിന്റെ സഞ്ചാരം അതെല്ലാം പൂർണ്ണാന്തര പ്രതിഫലനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 40, ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങൾക്ക് പറയുന്ന പേരെന്ത്? ഉത്തരം ഐസോടോപ്പുകൾ. 41ാമത്തെ ചോദ്യം, ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്നത്? ഉത്തരം സസ്യങ്ങൾ. 42, അരി, ഗോതമ്പ്, കപ്പ, ചേന, ചേമ്പ് എന്നീ ഭക്ഷ്യവിഭവങ്ങൾ അടങ്ങിയിട്ടുള്ള പോഷക ഘടകമാണ്? ഉത്തരം അന്നജം. നമുക്കറിയാം പോഷണത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ട്രെഫോളജി എന്നാണ്. ട്രെഫോളജി. അന്നജത്തിന്റെ അടിസ്ഥാന ഘടകം എന്താണ് എന്ന് ചോദിച്ചാൽ ഗ്ലൂക്കോസ് ആണ്. സസ്യങ്ങളിൽ ധാന്യകം സംഭരിക്കപ്പെടുന്നത് അന്നജത്തിന്റെ രൂപത്തിലാണ്. അടുത്ത ചോദ്യം, നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മങ്കൊമ്പിലാണ് നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ക്ഷയരോഗം പകരുന്നത്? ക്ഷയരോഗം പകരുന്നത് വായുവിലൂടെയാണ്. ക്ഷയരോഗം പകരുന്നത് വായുവിലൂടെ. വെളുത്ത പ്ലേഗ് എന്ന് അറിയപ്പെട്ട രോഗമാണ് ക്ഷയം. ക്ഷയരോഗത്തിന് നൽകുന്ന ചികിത്സയ്ക്ക് പറയുന്ന പേരാണ് ഡോട്ട്സ് ചികിത്സ. 45, ക്യൂണി കൾച്ചർ എന്തിനെ സൂചിപ്പിക്കുന്നു? ക്യൂണി കൾച്ചർ മുയൽ വളർത്തലാണ്. മുയൽ വളർത്തൽ. ക്യൂണി കൾച്ചർ മുയൽ വളർത്തൽ. അടുത്ത ചോദ്യം, പരിസ്ഥിതി സൗഹാർദ്ദപരമല്ലാത്ത മാലിന്യ സംസ്കരണ രീതിയാണ്? തന്നിരിക്കുന്നതിൽ പരിസ്ഥിതി സൗഹാർദ്ദപരമല്ലാത്ത മാലിന്യ സംസ്കരണ രീതിയാണ് കത്തിക്കൽ. അടുത്ത ചോദ്യം, ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ? ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ സൊമാറ്റോട്രോപ്പിൻ ആണ്. സൊമാറ്റോട്രോപ്പിൻ. നമുക്കറിയാം പീയൂഷ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന വളർച്ചയ്ക്ക് സഹായകമായ ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ. വാമനത്വത്തിന് കാരണം ഈ ഹോർമോണാണ്. അതുപോലെ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടിക്കഴിഞ്ഞാൽ കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് ഭീമാകാരത്വം. അതുപോലെ മുതിർന്നവരിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം അധികമായി വരികയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് അക്രോമെഗലി. നമ്മുടെ ഭക്ഷണത്തിലൂടെ രക്തത്തിലെത്തുന്ന വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കുന്ന അവയവം? ഉത്തരം കരൾ. നമുക്ക് കരളിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ്. ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്നത് കരളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും അധികം താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം കരളാണ്. പുനരുജ്ജീവന ശക്തിയുള്ള മനുഷ്യ ശരീരത്തിലെ അവയവം ഏതാണെന്ന് ചോദിച്ചാലും കരളാണ്. അടുത്ത ചോദ്യം, വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാവുന്ന അപര്യാപ്തത രോഗം? വിറ്റാമിനുകളെ കുറിച്ച് നമ്മളെ PSC ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപര്യാപ്തത രോഗങ്ങളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന അപര്യാപ്തത രോഗമാണ്. ഉത്തരം റിക്കറ്റ്സ് ആണ്. റിക്കറ്റ്സ്.
അടുത്ത ചോദ്യം, താഴെ നൽകിയിട്ടുള്ളതിൽ നാഷണൽ പാർക്ക് അല്ലാത്തത് ഏത്? നാഷണൽ പാർക്കാണ്, അതല്ലാത്തത് പേപ്പാറയാണ് നാഷണൽ പാർക്ക് അല്ലാത്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. വീണ്ടും ഒരു ടോപ്പിക്കുമായി കാണാം.